നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? എന്തൊക്കെയായിരുന്നു നാടകങ്ങള്? ഡൽഹിയിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞ് എയർ ടിക്കറ്റും എടുത്തു തന്ന് ഡൽഹിയിൽ സ്റ്റാർ ഹോട്ടലും ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് വക്കീലിനെ കാണണമെന്നുള്ള ഏർപ്പാടും ഉണ്ടാക്കി ഭാര്യയും ഭർത്താവും ചേർന്ന് തന്നെ അങ്ങ് യാത്രയാക്കി. എന്നിട്ട് നിങ്ങൾ തന്നെ ഏർപ്പാടാക്കിയ ഗുണ്ടകള് എയർപോർട്ടിലോട്ട് പോകുന്ന വഴി എന്നെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എവിടെയോ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് ആ കുറ്റം ഗൗതമന്റെ തലയിൽ വെച്ച് കെട്ടി കൊടുത്തിട്ട് അയാളെ ജയിലിലും ആക്കി. എന്തൊക്കെ അഭിനയം നിങ്ങൾ എന്റെ ഇവിടെ മുന്നിൽ കാഴ്ചവെച്ചത്. ഇനി എന്നെ ഇവിടെ പറ്റിച്ച് കൂടെ നിർത്താൻ നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആഹാരമായിട്ടോ പണമായിട്ടോ വസ്ത്രമായിട്ടോ കേറിക്കിടക്കാൻ ഒരു ഇടമായിട്ടോ എന്തെങ്കിലും കൈപ്പറ്റിട്ടുണ്ടെങ്കിൽ പലിശ സാധ്യത ഞാൻ തിരിച്ചു തന്നിരിക്കും. ശിവനെ കൊണ്ട് പ്രണവിനെ തട്ടിക്കൊണ്ട് പോയതിന്റെ പിന്നില് CK സിംഗളും ജ്യോതി ആന്റി ആണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. നീ എന്തു ശിവനി പറഞ്ഞേ? നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? എന്തോന്നാ ശിവാനി ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നീ ഇവരുടെ പക്ഷെ ചേർന്ന് ചതിക്കായിരുന്നല്ലേ? ആദ്യം ദേഷ്യം ഒന്ന് കളഞ്ഞിട്ട് കാര്യങ്ങളൊന്ന് സമാധാനമായിട്ട് കേൾക്ക് പ്രണവേ. എനിക്കൊന്നും കേക്കണ്ട. ഇവരുടെ പഞ്ചാര വർത്താനം കേട്ട് നീ അങ്ങ് മയങ്ങി പോയല്ലേ? ആയിക്കോ, പക്ഷേ എന്നെ തട്ടിക്കൊണ്ടുപോയത് ഇവരാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നിനക്കിനി എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ ഞാൻ ഇറങ്ങുക. പ്രണവ് എന്നെ ഉപേക്ഷിച്ച് പോണെങ്കിൽ പൊയ്ക്കോ. പക്ഷെ ഒന്നും ഓർക്കണം, എല്ലാം ഉപേക്ഷിച്ച് പ്രണവിന്റെ കൂടെ ഇറങ്ങി വന്നവളാ ഞാൻ. ആ എന്നെ പ്രണവ് ഉപേക്ഷിക്കുന്നത് ഞാൻ പ്രണവിനെ ദ്രോഹം ചെയ്തതെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ. ഞാൻ ചതിക്കുന്നു, പ്രണവിനെ ചതിക്കുന്നവർക്ക് കൂട്ടു നിൽക്കുമെന്ന് കരുതുന്നെങ്കിൽ നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. പ്രണവ് വിജയിക്കണമെന്നും പ്രണവിന് അന്തസ്സായി ജീവിക്കാനാകണമെന്നും ആ പ്രണവിനെ ഒരു പോറല് പോലും ഏൽക്കരുതെന്നും ഈ താലി എന്റെ മരണം വരെ എന്റെ കഴുത്തിൽ ഉണ്ടാവണമെന്നും ഓരോ നിമിഷവും പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഞാൻ പ്രണവിനെ ചതിക്കാൻ കൂട്ടുനിന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? ജ്യോതിയന്റെ അങ്കിളും പ്രണവിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. അന്ന് അവരങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം ഇന്ന് പ്രണവ് ജീവനോടെ ഇരിക്കുന്നത്. ഇന്ന് ഞാൻ സുമംഗലിയായിട്ടിരിക്കുന്നുവെങ്കിൽ ഈ താലി ഇപ്പോഴും എന്റെ കഴുത്തിൽ കിടക്കുന്നെങ്കിൽ എന്നെ അവിശ്വസിക്കാനെങ്കിലും പ്രണവ് ജീവനോട് എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ന് ജ്യോതി ആന്റിയോടും CK സിംഗിളോട് കടപ്പെട്ടിരിക്കും. അന്ന് പ്രണവ് ഡൽഹിക്ക് പോയിരുന്നെങ്കിൽ തിരിച്ചു വരുന്നത് ജീവനുള്ള എന്റെ പ്രണവ് ആയിരിക്കില്ലായിരുന്നു. എയർപോർട്ടിൽ പ്രണവിന്റെ ഡെഡ് ബോഡി സൈൻ ചെയ്ത് വാങ്ങിക്കാൻ വന്ന് നിൽക്കേണ്ടി വന്നേനെ എനിക്ക്. അതേടാ മോനെ, ഡൽഹിയിൽ വെച്ച് നിന്നെ കൊന്നുകളയാനായിരുന്നു ഗൗതമിന്റെ നിധിയുടെ പ്ലാൻ. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ പ്രണവിന് എന്ത് സംഭവിക്കുമെന്ന് ഗൗതവും നിധി അറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അങ്കിൾ വേണ്ടി എത്രത്തോളം ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു അതെന്നറിയോ? എന്നെ പോലും അറിയിക്കാതെ അവരതെല്ലാം ചെയ്തിട്ട് ഒരു ദിവസം ആ സത്യം അവരെന്നോട് തുറന്നു പറഞ്ഞു. ശിവനി, നീ കേട്ടതൊക്കെ സത്യം തന്നെയാ. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങൾ തന്നെയാ. പക്ഷേ
ഞങ്ങളത് എന്തിനു ചെയ്തു എന്ന് വേണം അന്വേഷിക്കാൻ. നിനക്ക് വേണ്ടി, പ്രണവിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാ